ന്യൂയോർക്കിലുള്ളൊരു കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. ഇന്ന് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാം ന്യൂജേഴ്സിയിൽ നിന്നും ന്യൂയോർക്കിലേക്ക്. അയ്യോ, നല്ല മഴ നല്ല മഴ. അമേരിക്കയിലെ 2-3 സ്റ്റേറ്റുകളിലായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഫുഡുകളാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോണത്. വീക്കെൻഡൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കേരള റെസ്റ്റോറൻറ്റുകൾ തപ്പി പിടിച്ച് അവിടെ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു വൈകിട്ട്. ലഞ്ച് കഴിക്കാനാണ് ഇറങ്ങിയത്, പക്ഷേ ടൈമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ന്യൂയോർക്കിലുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് സൽക്കാര. അതേ കണ്ടില്ലേ, ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ നമുക്ക് ഈ മലയാളി റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ. കാരണം വെച്ചാൽ ഈ മലയാളി ഫുഡ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം തന്നെ ഓർഡർ ചെയ്തത് കേരള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അതേ ടേസ്റ്റോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യൽ ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പ്രയാസമുണ്ട് ഇവിടെയൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേനും. അപ്പോൾ അത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതേ അതിൻ്റെ കൂടെ തന്നെ അച്ചാറും പിന്നെ അതുപോലെ സാലഡൊക്കെ ഉണ്ടായിരുന്നു. ഈ അച്ചാറൊന്നും അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊന്നും കിട്ടില്ല, വെച്ചാൽ അപൂർവം റെസ്റ്റോറൻറ്റുകൾ മാത്രമേ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിതേ പഴംപൊരിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കഴിക്കലൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളങ്ങനെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട്. മഴ ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് അടിപൊളിയാണ്. ന്യൂയോർക്കിലാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ ഫിലഡൽഫിയയിലുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നേക്കണത്. ഇവിടെ കുഴിമന്തി കിട്ടും, കുഴിമന്തി കഴിക്കാൻ വന്നാണ്. ഏതോ ഒരു ഉള്ളിലാണ് ഫിലഡൽഫിയയിൽ. നോക്ക്, ഇതാണ്ടോ റെസ്റ്റോറൻറ്റ്. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടി വന്നു മന്തി കഴിക്കാൻ. എന്താ, ഇതാണ് ഇതിൻ്റെ അഡ്രസ്സ്. അമേരിക്കയിലെ യമൻ റെസ്റ്റോറൻറ്റിലെ മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ കേരള റെസ്റ്റോറൻറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പിടിക്കണത് ഈ യമൻ റെസ്റ്റോറൻറ്റാണ്. നമ്മളിപ്പോൾ വന്നേക്കണ റെസ്റ്റോറൻറ്റിലാണെങ്കിലുണ്ടല്ലോ ചിക്കൻ, മട്ടൻ, ബീഫ് ഇതിൻ്റെയൊക്കെ മന്തി ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു രുചിക്കൂട്ടാണ് ഇവരുടെ ആ ഒരു മന്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഇവർ ഫസ്റ്റ് തന്നെ നമുക്ക് തരുന്ന ഒരു മട്ടൻ സൂപ്പ് ഉണ്ട്, അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഒരു അടിപൊളിയാണ് കേട്ടോ. ഗെയ്സ് ഫസ്റ്റ് തന്നെ അതേ സൂപ്പ് എത്തിയിട്ടുണ്ട്, പിന്നെ കുറച്ച് സാലഡ് ഐറ്റംസുകളും. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു ടീ, മസാല ഇട്ടിട്ടുള്ള ടീ ആണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും ഫുഡ് വരും. നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ചിക്കൻ്റെ 2 ടൈപ്പിലുള്ള മന്തിയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രില്ല് ചെയ്തതും പിന്നെ ഒരു എന്താ പറയുക ഈ അൽഫാം മോഡലുള്ളൊരു മന്തിയുമാണ് കേട്ടോ. പിന്നെ നമ്മൾ മട്ടൻ്റെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി ടേസ്റ്റാണ് ഇവരുടെ ആ ഒരു റൈസൊക്കെ. രണ്ടും 2 ടൈപ്പാണ് കേട്ടോ റൈസൊക്കെ വരുന്നത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നിക്കും. ഗെയ്സ് അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് നമ്മൾ ചായയും എടുത്തായിരുന്നു. നല്ല അടിപൊളി ചായ കേട്ടോ, നല്ല ചൂട് ചായ. അയ്യോ, നല്ല തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ. നമ്മളിന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങണത്. ന്യൂജേഴ്സിയിലാണ്. ഈ ഡിന്നർ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നേരത്തെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ക്ലോസ് ചെയ്യും കേട്ടോ. ഒരു മാക്സിമം ഒരു 8 മണി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിയത് തന്നെ ഒരു 8-8:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പാഞ്ഞെട്ടിയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞ ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളൊക്കെ ഓപ്പൺ ആണ് കേട്ടോ. ചിലതൊക്കെ ഇത്ര ലേറ്റ് ആവും, എങ്കിലും മാക്സിമം ഒരു 9 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ആ ഭാഗത്തേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ ആയിട്ട് ഇഷ്ടംമാതിരി റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരെണ്ണം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ഓപ്പൺ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെയിൽ കയറും. അങ്ങനെയാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത്.
അപ്പോൾ അതേ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നിങ്ങനെ വർത്തമാനം പറയുന്നു, എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ സെപ്പറേറ്റ് വാങ്ങിയിട്ട് കഴിക്കണുണ്ടോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റെസ്റ്റോറൻറ്റ് എന്ന് പറയണത് ഇതാണ്. പക്ഷേ നമ്മൾ അകത്ത് കയറിയപ്പോഴത്തേനും ഒരുവിധം എല്ലാം ക്ലോസ്ഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ടേബിളൊക്കെ ആകെ കമഴ്ത്തി ചെയറൊക്കെ ഇങ്ങനെ എന്തോ മാതിരിയാക്കി വെച്ചു. പക്ഷേ നമ്മുടെ ഭാഗ്യം കൊണ്ട് അവർ പറഞ്ഞു വേണമെങ്കിൽ വേഗം വന്ന് വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. 2 ഡിഷാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റ് വിത്ത് റൈസാണ് കേട്ടോ. ഇതിൽ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ട്, റൈസ് ഉണ്ട്, ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു പരിവമെന്ന് തന്നെ പറയാം കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭാഗ്യം കൊണ്ട് നമ്മൾ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയത് കൊണ്ടാണ് കിട്ടിയത്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഇവിടെ ഒരു ടീ ഷോപ്പ് ഓപ്പൺ ആണ്. ഇവിടെ ടീ മാത്രമല്ല, ഐസ്ക്രീം ഉണ്ട്, ബബിൾ ടീ, ജ്യൂസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കോളേജ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ടീ ഷോപ്പ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കുട്ടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, ഇങ്ങനെ പഠിച്ചും ഫുഡ് അടിച്ചൊക്കെ ഇരിക്കണ്ടായിരുന്നു പിള്ളേർ. അപ്പോൾ നമ്മളിതേ ഒരു ഷേക്ക് വിത്ത് ഒരു ബബിൾ ടീ ആണ്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഷേക്ക് ചെയ്ത് കുടിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ അത് ഷേക്ക് ചെയ്താണ് ആ കണ്ടത്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ജ്യൂസ്, ഷേക്ക്, അങ്ങനത്തേൽ തന്നെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡിന്നർ പരിപാടി അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ട്രീറ്റിലൂടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പിള്ളേർ അവിടെയൊക്കെ ഇങ്ങനെ നടക്കണതൊക്കെ നമുക്ക് കാണാം. പക്ഷേ മിക്ക ഷോപ്പുകളും ക്ലോസ്ഡ് ആണ്. ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഓപ്പൺ ആണെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലാം ക്ലോസ്ഡ് ആണ്. വെറുതെ ഇങ്ങനെ നടക്കുക അത്ര തന്നെ. ചെറുതായിട്ടൊരു തണുപ്പുള്ള സമയത്താണോ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും അങ്ങനെ നടക്കാനും പറ്റൂല, തണുപ്പല്ലേ. ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നൈറ്റ് ഡ്രൈവ്, അതിൻ്റെ കൂടെ ചെറിയൊരു കോഫിയോ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ലേറ്റാണ്, ലേറ്റ് എന്ന് പറയാൻ പറ്റൂല, ഒരു 10 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന കഫേ എന്ന് പറഞ്ഞാൽ ഒരു 10:30 വരെയൊക്കെ ഉണ്ടാവും. ആ ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ പോവുകയാണ്, പാഞ്ഞെട്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് നൈറ്റ് ലൈഫ് ഒന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ വെറുതെ ഒന്ന് ഇറങ്ങി എന്താണ് ഇവിടുത്തെ അവസ്ഥയെന്നൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഒന്ന് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ മഞ്ചിൽ കഫേ എന്നും പറഞ്ഞിട്ടൊരു എന്താ പറയുക, ഒരു പാകിസ്ഥാനി കഫേയിലേക്കാണ് കേട്ടോ വന്നേക്കണത്. ഇവിടെ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഒരു കോഫിയും അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റും ഉണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, ചെറിയൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് നൈറ്റ് പിള്ളേരൊക്കെ ഇവിടെ വന്ന ഒരു ഏരിയ ഉണ്ട്. പിള്ളേരെന്ന് പറഞ്ഞാൽ ഇവിടെയും ഈ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോളേജ്, ഹോസ്റ്റൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ ഈ നൈറ്റ് കോഫി ഷോപ്പ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും അതും അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. ഇവിടെയൊക്കെ രാത്രി ലേറ്റായിട്ടുള്ള കഫേകൾ ചെന്ന് കഴിഞ്ഞാൽ ഇതുമാതിരത്തെ സാൻഡ്വിച്ചൊക്കെയാണ് കിട്ടുള്ളൂ. പിന്നെ അതിനോട് ചേർന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതും ഏകദേശം ഒരു 10-10:30 ആകുമ്പോഴാണ് ക്ലോസ് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ചാട്ടുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നൈറ്റ് ലൈഫ് വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉള്ളുവഴികളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാഴ്ചയും കാണാനില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇരുട്ടായിരിക്കും. എങ്കിലും ഈ ഒരു കാട്ടിക്കൂടിയുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. ഇടയ്ക്ക് മാനിനെയൊക്കെ കാണാം, അതും ഒരു രസമല്ലേ. ഇന്ന് നമ്മൾ പതിപോലെ തന്നെ ഒരു നൈറ്റ് റൈഡ് വിത്ത് ചായ കുടിയുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്താ പറയുക, ഇതൊക്കെ ഞാൻ അടുപ്പിച്ചെടുത്ത ഒരു വീഡിയോസുകളൊന്നും അല്ല കേട്ടോ. പലപ്പോഴായിട്ട് പല സമയങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോകളാണ്. ഇതൊക്കെ ഒരു തണുപ്പുള്ള ടൈമിലൊക്കെ നമ്മൾ പോയിട്ടുള്ള വീഡിയോ ഉണ്ട്. അതാണ് ഈ ഒക്കെ കാണുമ്പോൾ ആകെ കാടൊക്കെ ഇങ്ങനെ വെളുത്ത് നരച്ച് പോലെയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നതും ഒരു പാകിസ്ഥാനി കഫേയിലേക്ക് തന്നെയാണ്. ഈ രാത്രി വൈകി കിടക്കണ കഫേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പാകിസ്ഥാനികളുടെ തന്നെയാണ് കേട്ടോ. ഇത് കഫേ എന്നൊന്നും പറയാൻ പറ്റൂല, ഒരു ചായക്കട പോലെയൊക്കെ പറയാം. ഇവിടെയൊക്കെ എന്തു തിരക്കാണെന്ന് പറഞ്ഞു. ഈ രാത്രിയിലൊക്കെ ഈ പാകിസ്ഥാനികൾക്കൊന്നും ഉറക്കമില്ലെന്ന് തോന്നണം. ഫുൾ ടൈം ഈ ചായക്കടയിലൊക്കെ വന്നിരുന്ന് ഫുള്ള് ചായ കുടി, സ്നാക്സ് കഴിക്കൽ, ഇതൊക്കെ തന്നെയാണ് കേട്ടോ.
ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ഒരുപാട് കേക്കുകളാണ്, പല വെറൈറ്റികളായിട്ട്. നമ്മുടെ നാട്ടിൽ ബേക്കറി എന്നൊക്കെ പറയൂലേ, അത് തന്നെ കേട്ടോ സംഭവം. ഇത് കണ്ടിട്ടാണെങ്കിൽ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, ഈ കേക്ക് കൂടാണ്ട് ഒരുപാട് പല വെറൈറ്റികളായിട്ടുള്ള സ്വീറ്റ്സുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനികളുടെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്ടാ, നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്കിത് മേടിക്കാനായിട്ട് ആകെ കൺഫ്യൂഷനാണ്, ഏത് മേടിക്കണോ. ഇങ്ങനെ നടന്നിടുന്നതാണ്, ആദ്യം ഇത് മേടിക്കാൻ തോന്നും, പിന്നെ അടുത്താണ് പക്ഷേ എന്നാൽ അത് മേടിക്കാൻ തോന്നും. അങ്ങനെ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായി മാറും. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പല വെറൈറ്റികളായിട്ടുള്ള സ്നാക്സുകളൊക്കെയാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ സമൂസ അതേപോലെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പപ്സ്, അങ്ങനെ എന്തൊക്കെയോ മോഡലിലൊക്കെ പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 2 ഇറാനി ചായ കേട്ടോ, പിന്നെ കുറച്ച് സ്നാക്സുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്നാക്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഓരോന്നായിട്ടാണ് കേട്ടോ വാങ്ങിയത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് നമുക്ക് വലിയ പിടിപാടില്ലല്ലോ, അപ്പോൾ ഫ്ലോപ്പായി പോയാലോ. അതുകൊണ്ട് നമ്മളെല്ലാം ഓരോന്ന് വാങ്ങി. ഇറാനി ചായ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പിങ്കിഷ് കളർ ഉണ്ടാവും കേട്ടോ. ഈ ചായക്കൊരു ഭയങ്കര ഒരു കട്ടിപ്പാണ്, പാലൊക്കെ ഭയങ്കര ഒരു കട്ടിയിലാണ് ഇരിക്കാറ്, എന്തൊക്കെയോ ഒരു ഫ്ലേവറിലായിട്ട്. എന്തായാലും കൊള്ളാട്ടോ, അടിപൊളിയാണ് ചായ. സ്നാക്സും അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. ഈ എടുത്തേക്കണ കണ്ടില്ലേ, ഇത് ചിക്കൻ്റെ ഒരു ഡിഷാണ് കേട്ടോ. പിന്നെ സമൂസ ആണെങ്കിലും എല്ലാം ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. എങ്കിലും നല്ല കഴിക്കാനൊക്കെ എന്ത് രുചിയായിരുന്നു എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ ഒരു വെറൈറ്റി ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇവരിത് ഭയങ്കര ഒരു ഇതൊക്കെ കാണിച്ച് കണ്ടപ്പോൾ നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വീറ്റ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം കുറച്ചിച്ച് കണ്ടോ വാങ്ങിയുള്ളൂ. നമ്മൾ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇത് കണ്ടിട്ട് ഈ ദുബായ് ചോക്ലേറ്റ് ഒക്കെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. നമ്മളങ്ങനെ ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ രാത്രി ലേറ്റായിട്ടുള്ള ഈ പാകിസ്ഥാനികളുടെ ഈ ഒരു കഫേ അടിപൊളി തന്നെയാണല്ലേ. ഇന്നത്തെ ഡിന്നർ നമ്മൾ കഴിക്കാൻ പോകുന്നത് ന്യൂജേഴ്സിയിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. കൊച്ചി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നമ്മൾ ഒരുപാട് തവണ പോയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്, ഞാൻ അതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. മലയാളി ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഓടി വരുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഈ കൊച്ചി റെസ്റ്റോറൻറ്റ്. കാര്യം നമ്മുടെ അവിടെ നിന്ന് ഒരു 3/4 മണിക്കൂറോളം യാത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരള ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ പിന്നെ ദൂരമൊന്നും നോക്കാറില്ല. അപ്പോൾ നമ്മൾ വന്ന പാടെ തന്നെ അതേ പാത്തുവിന് ചെറിയൊരു ടോയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-2 ഐറ്റംസുകളൊക്കെയാണ് ഓർഡർ ചെയ്തത്. മെയിനായിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കോളിഫ്ലവർ ബജ്ജി ഓർഡർ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ ഒരു പുതിനയില ചട്നി വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണത്. പിന്നെ ചിക്കൻ 65 ഓർഡർ ചെയ്തായിരുന്നേ, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട് അപ്പോൾ തേരൊക്കെ തിന്ന് തീർത്ത്. പിന്നെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഫുഡുകളുണ്ട് കേട്ടോ, സീ ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം ഒന്നും ഓർഡർ ചെയ്യലൊന്നും നടക്കില്ലല്ലോ. നമ്മൾ മെയിനായിട്ട് ബിരിയാണിയാണ് കേട്ടോ അവിടെ നിന്ന് വാങ്ങിക്കാറ്. അവിടുത്തെ ആ ഒരു സ്പെഷ്യൽ ദം ബിരിയാണി അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും കൊച്ചി റെസ്റ്റോറൻറ്റിലെ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. എപ്പോഴും നോൺ വെജ് കഴിച്ചാൽ എങ്ങനെയാണ്, ഇടയ്ക്കൊക്കെ വെജ് ഫുഡുകളും കഴിക്കണ്ടേ അല്ലേ. അപ്പോൾ നമ്മൾ ഭയങ്കര തിരക്കുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കേട്ടോ, നമ്മുടെ അടുത്ത് തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് ബിരിയാണിയാണ് കേട്ടോ, വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഇവരുടെ മെനു ഒക്കെ ശ്രദ്ധിച്ചില്ലേ, ഇങ്ങനെ ഒരു ടാബിൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ കൊടുത്ത് നല്ല രസമുണ്ടല്ലേ ആ ഒരു മെനു കാണാനായിട്ട്. നമുക്ക് ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ തോന്നിപ്പോകുന്ന രീതിയിലാണ്. ആദ്യം തന്നെ നമ്മൾ കോഫിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് വെജിറ്റബിൾ ബിരിയാണി. അതിൻ്റെ കൂടെ ഒരു കറി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ഇങ്ങനെയൊന്നും അങ്ങനെ കഴിക്കാറില്ല, ഇന്നിപ്പോൾ എന്തോ തോന്നി അങ്ങനെ വന്ന് വാങ്ങി കഴിച്ചതാണ്. ഇവിടെ നിന്നും നമ്മൾ കോളിഫ്ലവർ ബജ്ജിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൊച്ചി റെസ്റ്റോറൻറ്റിൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ബജ്ജിക്ക്. പിന്നെ നമ്മളിതേ മസാല ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഈ മസാല ദോശ, പിന്നെ പല ടൈപ്പ് ദോശകളൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ പല ടൈപ്പ് ചട്നികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. ഇതാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് രാവിലെയൊക്കെ നേരത്തെ തുറക്കുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളി എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡിന്നറും അടിപൊളിയായിരുന്നു. ഇതും ഒരു തണുപ്പുള്ള സമയത്ത് വന്നിട്ടുള്ള ഡിന്നർ വിശേഷങ്ങളാണ് കേട്ടോ. ഗെയ്സ്, നമ്മളിത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കണേന്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഫുഡുള്ളത്.
സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ റെസ്റ്റോറൻ്റ് അല്ലേ, അടിപൊളി. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ പട്ടേദാർ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത്യാവശ്യം കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ദോശ, ഇഡ്ഡലി ഇതൊക്കെ തന്നെയാണ്, വേറെ ഐറ്റംസുകളൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സാമ്പാറിനേലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചട്നി, അടിപൊളിയായിരുന്നു. സാമ്പാർ എന്താ പറയുക, ചെറിയൊരു മതിരിപ്പ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് 2 കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫുഡുകൾ പാർസലായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ബിരിയാണികൾ കിട്ടും, സ്നാക്സ് കിട്ടും, സ്വീറ്റ്സ് കിട്ടും, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസുകൾ ഇവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പക്ഷേ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. അപ്പോൾ എന്തായാലും നമ്മുടെ അമേരിക്കയിലെ റെസ്റ്റോറൻറ്റുകളുടെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ച് റെസ്റ്റോറൻറ്റ് ഫുഡുകൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.